സുഖാണോ? ഈ തലമുടിയൊക്കെ ആരെ എങ്ങനെ കെട്ടി വെച്ചത്? മേളത്തെ ചേച്ചിമാരില്ലേ, ആ മേക്കപ്പ് ഇട്ട് തന്നെ അവര്. മേളത്തെ ചേച്ചിമാരില്ലടാ, മേളത്തെ ചേച്ചിമാര് മേക്കപ്പ് ഇട്ട് തന്നെ അവരാണ് അല്ലേ? നല്ല മേക്കപ്പ്. ഈ ഡ്രസ് ആരാ തന്നെ? അവിടുത്തെ ചേച്ചിമാരാണോ? അവരല്ല, അമ്മ. അത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ, ഓൺ കോസ്റ്റ്യൂം ആണ് അല്ലേ? എവിടെ വീടൊക്കെ എവിടെയാണ്? വീടൊക്കെ എവിടെയാണ്? വീട് നിങ്ങൾ എവിടുന്നാ വരുന്നേ? എവിടെയാ സ്ഥലം? ദുബായിലാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. ആ, അച്ഛന്റെ പേരെന്താ? ലിറ്റിൽ ലിറ്റിൽ മനസ്സിലായില്ല. ലിറ്റില എന്താ? ഋഷി. ഋഷി അടിപൊളി പേര്. അമ്മയുടെ പേരോ? മനസ്സിലാവുന്നില്ല. പൂജ. അപ്പൊ നമുക്ക് റീല് ചെയ്യാം. ആംഗ്ലമാരൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ആംഗ്ലമാരെ നമുക്ക് കണ്ട് ഞെട്ടിക്കാം. നമുക്ക് ഞെട്ടിക്കാം. അത് കലക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂപ്പർ, അടിപൊളി. നമുക്ക് അവരോട് വിശേഷം ചോദിച്ചാലോ? ആ അങ്കിൾമാരൊക്കെ പേര് ചോദിക്കും. ആദ്യത്തെ അങ്കിളിനോട് സംസാരിച്ച അങ്കിളിന്റെ പേരെന്താ ചോദിച്ചേ? അങ്കിളുടെ പേരെന്താ? എന്നോടാണോ? എന്റെ പേര് ബിജുക്കുട്ടൻ. എന്താ പേര്? ബിജുക്കുട്ടൻ. അതെന്താ ഇങ്ങനെ വാമൂടി പറഞ്ഞത്? കളിയാക്കുന്ന പോലെ. നാട്ടില് വേറെന്തോ അർത്ഥം വന്നത്. അപ്പൊ ജീവക്കൊക്കെ ഭയങ്കര അർത്ഥം ഉണ്ടാവോടാ. ഇനി രണ്ടാമത്തെ അങ്കിളിന്റെ പേര് ചോദിക്കാം. പേര് ചോദിക്കും. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഷാജോൺ അങ്കിള്. അത് മതി, അത്രയും മതിയല്ലോ. അത് മതി. ഷാജോൺ ചേട്ടൻ. ഷാജോൺ ചേട്ടനോടോ? ഷാജോൺ ചേട്ടൻ. അതാണ്. ആ മൂന്നാമത്തെ അങ്കിളിനെ അറിയാവോ? പേര് ചോദിച്ചേ. പേരെന്താ? നസീർ സംക്രാന്തി. ഇനി അതൊന്ന് പറഞ്ഞു. സംക്രാന്തി. സംക്രാന്തി. മറ്റേയാളെ കൊണ്ട് പറയും. ആ മൂന്നാമത്തെ അങ്കിളിന്റെ പേരെന്താ? നസീർ സംക്രാന്തി. ഒക്കെ മനസ്സിലായില്ല. അതാന്ന്. ചക്രവർത്തിയാണ് മാത്രമേ മനസ്സിലായുള്ളൂ. നമുക്ക് എന്നാ പിന്നെ അടുത്ത റീലിലേക്ക് കടന്ന. ഉച്ചിക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പം മിന്നാടി. ഉച്ചിക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പം മിന്നാടി. ചങ്ങഴി മുത്തുമായി കൂലി കൂലി മിന്നിലെ മുത്തശ്ശി വരുന്നുണ്ടേ, കാറ്റിന്റെ കൈത്തട്ടി അത് അടിപൊളി. അങ്കിൾമാരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നേ? അങ്കിൾമാർ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ? കലക്കി ഗംഭീരം, സൂപ്പർ സൂപ്പർ. അപ്പൊ 2 റീല് കണ്ടു, 2 അടിപൊളിയായിരുന്നു. ഞാൻ അറിഞ്ഞു നമ്മുടെ ഐറ്റം ഈ പരിപാടിയുടെ എന്തോ റീൽ ചെയ്യുന്ന ഞാൻ അറിഞ്ഞല്ലോ. എന്നോട് ഏതോ ഒരു അങ്കിൾ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടുത്തെ ഐറ്റം പിന്നെ നമ്മുടെ പരിപാടിയുടെ എന്തോ റീൽ ചെയ്യുന്നതാണോ? സത്യമാണോ? ചെയ്യുവോ? നമ്മുടെ സുമി ചേച്ചിയുടെ. പക്ഷെ 2 മിനിറ്റ് നിങ്ങൾ തരണം. എന്താണ്? ചെറിയ കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട്. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ റെഡി. വിളിച്ചതാ അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണമെന്ന്. എന്തോ കൊക്കം വെച്ചടി പറ. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ കൂടെ ഉണ്ടാക്കി വെച്ചേക്ക് പോണം. അതല്ലെന്ന് കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാടാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവും അവൻ. ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് 2 മരമോത്ത കാണുമല്ലോ. നാട്ടിൽ പോയി അവിടെ പോയി എല്ലാ ആൾക്കാരെയൊക്കെ കാണട്ടെ. എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലെങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും. അവൻ 2 മോന്തയുടെ കാര്യമാണല്ലോ പറഞ്ഞു. ഒരെണ്ണം ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു. നീ മിടിക്കുക ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്നത് എന്നോടും ഞാൻ പറയുന്നത് അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കുക. പൈസ വല്ലതും കൊടുക്കുന്നേ. എത്ര രൂപ വേണം ചൈന്? 2500 രൂപ. 2500 എന്തിനാണ് നിനക്ക് നിറങ്ങാൻ പോകുന്നതിന്? 5000 രൂപ വേണം.
എങ്ങനെയുണ്ടായിരുന്നു? പറ ഞങ്ങളെ ഗംഭീരം ആണോ? പിന്നെ. അടിപൊളി ഇനി വേറെ ഐറ്റം ഉണ്ട് മോനെ. എന്താ? വനജ ടീച്ചർ. മലയാള പദ്യം പഠിച്ചിട്ടുണ്ട്. ടീച്ചറെ ആദ്യം ചൊല്ലാനാ നീ ചൊല്ല്. ഞാനും ടീച്ചറെ ആദ്യത്തെ ലൈൻ എന്ന് പറയാമോ? ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അശോകൻ എന്നായിരുന്നു പേര്. അടിപൊളി. അടിപൊളി ആ അല്ലേ? കാലക്കി ഇനി ഞാനൊരു പാട്ട് പാടണം. പാട്ട് പാടുന്നുണ്ട്. ആ കാശ്മീർ പാട്ട് പാടാൻ പോകുന്നു. കുക്കുറുക്ക് കുറുക്കെ കക്കിലൊക്കെ കാണുമ്പോ പണ്ടോള് കാട്ടിലെത്തി. മുണ്ടിൽ കണ്ട് കുഴിച്ച് നാട്ടി വെള്ളം കുഴിച്ച് കൊമ്പറ്റ നോക്കിയിരുന്നു. കുക്കുറുക്ക് കുറുക്കെ കക്കിലൊക്കെ കാണുമ്പോ പണ്ടോള് കാട്ടിലെത്തി. മുണ്ടിൽ കണ്ട് കുഴിച്ച് നാട്ടി വെള്ളം കുഴിച്ച് കൊമ്പറ്റ നോക്കിയിരുന്നു.